അദ്ദേഹം ഒരു രാജാവല്ല, പക്ഷേ ലോകം മുഴുവൻ അദ്ദേഹത്തിൻ്റെതാണ്. അദ്ദേഹം ഒരു ഭിക്ഷുവിനെ പോലെ ജീവിക്കുന്നു, പക്ഷേ പ്രപഞ്ചത്തിലെ സകല ഐശ്വര്യങ്ങളും അദ്ദേഹത്തിൻ്റെ കാൽക്കൽ. സ്നേഹിക്കുമ്പോൾ ഭോലേനാഥൻ, കോപിക്കുമ്പോൾ കാൽഭൈരവൻ. ആരാണ് സത്യത്തിൽ ശിവൻ? വെറുമൊരു പുരാണ കഥാപാത്രമോ, അതോ ഈ പ്രപഞ്ചത്തിന് പിന്നിലെ ഏറ്റവും വലിയ രഹസ്യമോ? ചരിത്രകാതികനിലൂടെ ഇന്ന് നമ്മൾ തേടുന്നത് ആരും പറഞ്ഞു തരാത്ത മഹാദേവന്റെ യഥാർത്ഥ സ്വത്വമാണ്. ശിവൻ എന്നാൽ ഇല്ലാത്തത് എന്നാണ് അർത്ഥം. പ്രപഞ്ചത്തിന്റെ 95% ശൂന്യതയാണ്. ആ ശൂന്യതയാണ് ശിവൻ. ആധുനിക ശാസ്ത്രം ഇതിനെ ഡാർക്ക് മാറ്റർ എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ പൂർവികർ അതിനെ ശിവം എന്ന് വിളിച്ചു. പ്രപഞ്ചത്തിലെ ആദ്യത്തെ യോഗി, ആദ്യത്തെ ഗുരു, അതാണ് ആദിനാഥനായ ശിവൻ. ലോകത്തിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യമാണ് ശിവൻ. അദ്ദേഹം കുടുംബനാഥനാണ്, എന്നാൽ ഒരേ സമയം സർവ്വതും ഉപേക്ഷിച്ച സന്യാസിയാണ്. അദ്ദേഹം അർദ്ധനാരീശ്വരനാണ്. അതായത് പ്രപഞ്ചത്തിലെ പുരുഷ ചൈതന്യവും സ്ത്രീ ചൈതന്യവും ഒന്നാണെന്ന് അദ്ദേഹം കാണിച്ചു തരുന്നു. അദ്ദേഹം സംഹാരമൂർത്തിയാണ്, എന്നാൽ ആ സംഹാരം പുതിയൊരു സൃഷ്ടിക്ക് വേണ്ടിയുള്ളതാണ്. ഈ വൈരുദ്ധ്യങ്ങളാണ് ശിവനെ മറ്റ് ദൈവങ്ങളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. ശിവന്റെ രൂപത്തിലുള്ള ഓരോ ഘടകത്തിനും ഓരോ അർത്ഥം. കഴുത്തിലെ പാമ്പ് അടക്കി നിർത്തിയ അഹങ്കാരത്തിൻ്റെയും ജാഗ്രതയുടെയും അടയാളം. തലയിലെ ഗംഗ മനുഷ്യന്റെ ബുദ്ധിയിലൂടെ ഒഴുകേണ്ട അറിവിന്റെ പ്രവാഹം. മെറ്റിയിലെ മൂന്നാം കണ്ണ് പുറം ലോകത്തെ കാണാനല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലേക്ക് നോക്കാനുള്ള ജ്ഞാനത്തിന്റെ കണ്ണ്. അതുകൊണ്ട് ശിവൻ ഒരു രൂപമല്ല, അതൊരു ബോധമാണ്. ചരിത്രകാരന്മാർ പറയുന്നത് സിന്ധു നദീതട സംസ്കാരം മുതൽക്കേ ശിവരാധന ഉണ്ടായിരുന്നു എന്നാണ്. ലോകത്തിലെ ഏറ്റവും പഴയ വിശ്വാസമാണത്. വംശങ്ങൾക്കും വർണ്ണങ്ങൾക്കുമപ്പുറം പ്രകൃതിയെയും മൃഗങ്ങളെയും സ്നേഹിച്ച പശുപതിയായും വേട്ടക്കാരനായും ശിവൻ നമ്മുടെ ചരിത്രത്തിലുണ്ട്. അവസാനം ആ ചോദ്യം ബാക്കിയാകുന്നു: ശിവൻ എവിടെയാണ്? ഉത്തരം ലളിതമാണ്. ശിവൻ നിങ്ങളിലും എന്നിലും ഈ പ്രപഞ്ചത്തിന്റെ ഓരോ കണികയിലുമുണ്ട്. നിങ്ങൾ ശാന്തമായിരിക്കുമ്പോൾ നിങ്ങൾ ശിവനാണ്. ശിവം എന്ന ഈ മഹാസത്യം നിങ്ങളെ അത്ഭുതപ്പെടുത്തിയോ? എങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ചരിത്രകാതികൻ എന്ന ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം ചേരാൻ മറക്കരുത്. ഓം നമഃ ശിവായ.